എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കെല്ലാം അറിയുന്ന പോലെ കാർഗിൽ വിജയ് ദിവസമാണ്. കാർഗിൽ യുദ്ധം കഴിഞ്ഞ് 27 വർഷം പൂർത്തിയാവുകയാണ്. 1999 മെയ് 4 തുടങ്ങി ജൂലൈ 26 ഈ കാർഗിൽ യുദ്ധം അവസാനിച്ചത്. അപ്പോൾ അതിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 527 സൈനികരെ നമുക്ക് നഷ്ടപ്പെട്ടു. പാകിസ്ഥാൻ്റെ 1000-ഓളം സൈനികർ കൊല്ലപ്പെട്ടു. അങ്ങനെയുള്ള ഒരു യുദ്ധമായിരുന്നു കാർഗിൽ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പങ്കാളിയായി പരിക്ക് പറ്റിയ അതിൻ്റെ പൂർണ്ണമായും അതിനോടൊപ്പം സഞ്ചരിച്ച നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള രാധാകൃഷ്ണൻ കാനാടാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാലത്തെ അനുഭവമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതിൽ തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ശശാന്റെ സ്വാഗതം. അപ്പോൾ എങ്ങനെയാണ് ആ യുദ്ധത്തിൻ്റെ തുടക്കം? യുദ്ധത്തിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് റിക്രൂട്ട്മെൻ്റ് ആവുന്നത് 1988 88 പിന്നെ ബ്രിഗേഡ് ഓഫ് ദി ഗാർഡ്സിലാണ് റിക്രൂട്ട്മെൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. അവിടുന്ന് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ പല സ്ഥലത്തും മാറ്റം വന്നു. അതിനുശേഷം 1997 ശ്രീനഗറിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ വന്നു. ശ്രീനഗറിൽ ട്രാൻസ്ഫർ വന്ന് 2 വർഷം അവിടെ പിന്നെ പട്ടണിൽ 192 മൗണ്ടൻ ബ്രിഗേഡിലായിരുന്നു ട്രാൻസ്ഫർ വന്നിരുന്നു. അത് ശ്രീനഗറിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മുന്നോട്ട് അവിടെ ഇങ്ങനെ പോയി. അവിടെ പിന്നെ അവിടെയുള്ള 192 മൗണ്ടൻ ബ്രിഗേഡ് കമാൻഡർ ഡ്രൈവറായിട്ടായിരുന്നു ഡ്യൂട്ടി ചെയ്തിരുന്നത്. അപ്പോൾ അന്നേരം ഒരു ഓപ്പറേഷൻ രക്ഷക്കായിരുന്നു അവിടെ നടക്കുന്നത് ശ്രീനഗറിൽ. ആ ഓപ്പറേഷൻ രക്ഷക്കിന് ഓപ്പറേഷന് കഴിഞ്ഞ് ഷോപ്പൂർ തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ ഷോപ്പൂർ ഡിഗ്രി കോളേജിൻ്റെ അടുത്ത് വെച്ചിട്ട് പെട്ടെന്നൊരു കുഴികൊമ്പ് നമ്മളെ വണ്ടി കൂട്ടുന്നു. പൊട്ടിയിട്ട് നമ്മൾ അന്നേരം അതിൽ 5 പേരായിരുന്നു. ബ്രിഗേഡ് കമാൻഡർ, അയാളെ ADC, അതുപോലെ ഡ്രൈവർ, സിഗ്നൽ ഓപ്പറേറ്റർ. അത് പൊട്ടി വണ്ടി അന്നേരം ചെരിഞ്ഞങ്ങ് മറിഞ്ഞു വീഴുക അവിടെ. അപ്പോൾ ഷോപ്പൂർ ഡിഗ്രി കോളേജിൻ്റെ ഒരു വലിയൊരു 100 മീറ്ററുള്ള വലിയ മതിൽ അങ്ങനെ പൊട്ടിപ്പോയി, ഇടിഞ്ഞു പോയിരുന്നു. അപ്പോൾ അന്നേരം പോയി ഇത് പൊട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ അടുത്തുള്ള പിന്നെ ആർമി ക്യാമ്പിൽ നിന്നെല്ലാം അവരാരും അടുത്ത് വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരിക്കൽ പൊട്ടിക്കഴിഞ്ഞാൽ ആളെല്ലാം ഒത്തിയേർന്ന് കഴിഞ്ഞാൽ രണ്ടാമത് അവർ റിമോട്ട് വെച്ച് പൊട്ടിക്കും. അപ്പോൾ ഞാൻ ഇത് നോക്കുമ്പോൾ വണ്ടി മൊത്തം മാറിഞ്ഞേക്കാം. ഞാനാണല്ലോ ഡ്രൈവർ, വണ്ടിയുടെ ഉത്തരവാദിത്തം എനിക്കാണല്ലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വെച്ചാൽ ഫുൾ പൊടി പടലങ്ങളും പുകയാണ്. അപ്പോൾ എല്ലാ അടുത്തുള്ള പട്ടാള ക്യാമ്പിൽ നിന്ന് പട്ടാളക്കാർ ഇങ്ങനെ ചുറ്റും വന്നു നിന്നിട്ടുണ്ട്. പക്ഷെ അടുത്താരും വരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പിന്നെ കമാൻഡർ സാഹ് പിന്നെ അതുപോലെയുള്ള ബാക്കിയുള്ളവരെയെല്ലാം വണ്ടിയിൽ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അവിടെയുള്ളത്. അപ്പോൾ ഞാൻ വണ്ടിയുടെ സാധനങ്ങളെല്ലാം ഇത് വണ്ടിയിലേക്ക് പെറുക്കിയിടുക. പെട്ടെന്ന് കാണാം പിന്നെ എന്തോ ഒരു വെടിയുടെ ഒരു ശബ്ദം കേട്ടവിടെ ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു 2 മാഗസിൻ ഉണ്ടായിരുന്നു. അത് മൊത്തം വെച്ചാൽ ഞാൻ വെടി അങ്ങോട്ട് പൊട്ടിച്ചു. എവിടെയാണെന്നൊന്നുമില്ല, നോക്കാതെ അടിച്ചു. അപ്പോഴേക്കും വെച്ചാൽ പിറകുന്ന് കാണാൻ എന്നെ കോളറിൽ വന്ന് ഒരാൾ പിടിക്കുന്നു. നോക്കുമ്പോൾ അതിൻ്റെ അടുത്തുള്ള 13 ജേക്ക് റൈഫിളിൻ്റെ 2AC ആയിരുന്നു. അയാളെന്നെ പിടിച്ച് പിന്നെ ഇങ്ങോട്ട് മാറ്റി നോക്കുമ്പോൾ വെച്ചാൽ എൻ്റെ പിറകിലുള്ള ഷൂല് മൊത്തം ചോരയാണ്. അവിടെ നിന്ന് ആംബുലൻസ് കൊണ്ടുവന്ന് നേരെ പട്ടണിലെ ഹെലിപാഡ് ഗ്രൗണ്ടിലേക്ക്, അവിടെ നിന്ന് നേരെ ബൈ എയറിൽ ശ്രീനഗറിൽ MH കൊണ്ടുവന്ന്. അപ്പോൾ മൊത്തം സ്പ്ലിൻഡർ അടിച്ചിട്ട് കാലിൻ്റെ മുട്ടിന് ഇവിടെയെല്ലാം വെച്ചാൽ അതിൻ്റെ ഇതാണ് മൊത്തം പിന്നെ പിറകിലെല്ലാം നല്ല അരിപ്പ പോലെയായിരുന്നു. ചെറിയ സ്പ്ലിൻഡർ വന്ന് അടിച്ചിട്ട്. അത് കഴിഞ്ഞ് അവിടെ ഒരു മാസം ശ്രീനഗർ MHൽ പിന്നെ അഡ്മിറ്റായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ ബ്രിഗേഡിലേക്ക് വന്നു. ബ്രിഗേഡിലേക്ക് വന്ന് നമ്മൾ ഡ്യൂട്ടി സാധാരണ ഓപ്പറേഷൻ രക്ഷക്കാണല്ലോ. ഇങ്ങനെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് പിന്നെ 1999 കാർഗിൽ യുദ്ധം തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ 192 മൗണ്ടൻ ബ്രിഗേഡിന് ഓർഡർ കിട്ടി. അപ്പോൾ ദ്രാസിലേക്കാണ് നമുക്ക് ലൊക്കേഷൻ കിട്ടിയത്. അപ്പോൾ നമ്മൾ എല്ലാം വണ്ടിയും എല്ലാം ആയിട്ട് ബ്രിഗേഡ് അവിടെ മൂവായി പോയതിന് ശേഷം വെച്ചാൽ പിന്നെ നമുക്ക് വെച്ചാൽ ഒരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടായിരുന്നു. കാരണം സിന്ധു നദീ തീരത്താണ് നമ്മുടെ ലൊക്കേഷൻ, ദ്രാസിൽ. അതും കാർഗിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് ദ്രാസിൽ. അത്രയും തണുത്ത നല്ല ഹൈറ്റുമാണ്. പിന്നെ തണുപ്പുമാണ്.
അതുപോലെ വെച്ചാൽ സിന്ധു നദീൻ്റെ സൈഡ് കൂട്ടിയാണ് ഒരു റോഡും ഉള്ളത്. റോഡിൻ്റെ തൊട്ടാണ് നമ്മുടെ പിന്നെ ലൊക്കേഷൻ, ടെൻറ്റ് ലൊക്കേഷനാണ്. -ഡിഗ്രിയാണ് തണുപ്പ്. തണുപ്പ് -ഡിഗ്രിയാണ്. അപ്പോൾ വെച്ചാൽ ഒരു വിധത്തിലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ കാരണം വെച്ചാൽ നമുക്ക് അന്നേരം ഉള്ള അനുഭവം എന്ന് വെച്ചാൽ വിഷുവിന് പടക്കം പൊട്ടുന്ന പോലെ ഇങ്ങനെ ഇത് അവരെ പീരങ്കി വന്നിട്ട് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വന്നിട്ട് നമ്മളെ സിന്ധു നദീൻ്റെ കരയിൽ വലിയൊരു പാറയാണ്. പാറേൻ്റെ താഴെയാണ് നമ്മളുള്ളത്. അതിന് വന്നിട്ട് തട്ടിയിട്ട് ഇതിങ്ങനെ പ്രിൻ്റർ ഇങ്ങനെ തെറിക്കുക. അപ്പോൾ അത് നമുക്ക് പിന്നെ ആദ്യമല്ല നമുക്കൊരു പേടി ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് പേടിയില്ല. കാരണം വെച്ചാൽ ഇത് സ്ഥിരം കാണുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് അത്ര വലിയ പരിക്കൊന്നും കൂടുതലുണ്ടായില്ല. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഞാൻ കമാൻഡർ സാഹിബിൻ്റെ കൂടെ ഡ്രൈവറായില്ല. അപ്പോൾ അധികവും മൊത്തം കറക്കാണ് അയാൾ പോകുന്നിടത്തല്ലോ. പിന്നെ അയാൾ ഓർമ്മിച്ചാൽ ഹെലികോപ്റ്ററിൽ ഈ റേഷൻ ഡ്രോപ്പ് ചെയ്യാൻ പോകും. അത് ഈ പോസ്റ്റിലുള്ളവർക്ക് റേഷൻ ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോൾ അവർ പോകും, ഓറും കൂടി പോകും. അപ്പോൾ ഓറെ കൂടെ ഞാനും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ചാൽ പല സ്ഥലത്ത് പോസ്റ്റിലും നമ്മൾ റേഷൻ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് പിന്നെ അത് ആ പോസ്റ്റിൽ കിട്ടണമെന്നില്ല. പേരച്ചൂട്ട് വഴിയാണല്ലോ അത് ഇറക്കി കൊടുക്കുക. അപ്പോൾ അത് ഇത് മണ്ണെണ്ണയും റേഷനൊക്കെ കൂടുതൽ. മണ്ണെണ്ണ വെച്ചാൽ തണുപ്പാണല്ലോ, ചൂടാകാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ അതെല്ലാം വെച്ചാൽ നമ്മൾ ഇറക്കി കൊടുക്കുമ്പോൾ ഞാൻ കൂടെ പോകുമ്പോൾ കാണുന്ന അനുഭവങ്ങളാണ്. അത് നമ്മൾ പേരച്ചൂട്ട് വഴി ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴെ ചില സമയത്ത് അവരെ പോസ്റ്റിൽ എത്തിയെന്ന് വരില്ല, വേറെ എവിടെയും പോയിട്ട് അങ്ങ് പോകും. അങ്ങനെയുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വെച്ചാൽ നമ്മളെ പിന്നെ വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി. പിന്നെ പ്രതിരോധ വകുപ്പ് മന്ത്രി നമ്മൾ ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു. ഓരോ ഇടയ്ക്കടി അവിടെ വരും ഈ വാർ ടൈമിൽ. അപ്പോൾ എൻ്റെ വണ്ടിയിലാണ് കൂടുതലും ഇങ്ങനെ യാത്ര ചെയ്യാം. അപ്പോൾ അവിടെ പിന്നെ കോൺഫറൻസും അതിനും ഇതിനെല്ലാം ലേയിലേക്ക് പോകുമ്പോൾ എൻ്റെ വണ്ടിയിലാണ് പോകാറുള്ളത്. കുറേയും കൂടെ ഈ യുദ്ധസമയത്ത് കാണാനുള്ള ഒരു അവസരം ഉണ്ടായി. അത് പിന്നെയാണ് അത് പിന്നെ ഒരു ദിവസം രാത്രി നമ്മൾ വണ്ടി ഓട്ടുന്ന ഡ്രൈവേഴ്സ് എല്ലാം ഒരു ടെൻറ്റിലാണ് കിടന്നുറങ്ങും. രാത്രി ഇങ്ങനെ നമ്മൾ കിടന്നുറങ്ങുന്നു. അപ്പോൾ പിന്നെ ഇത്ര സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടാവും, ബുക്കാരി ഉണ്ടാവും. അപ്പോൾ ഒരു പെട്ടെന്ന് എൻ്റെ പിന്നെ കാലിന് വന്നിട്ട് എന്തോന്ന് വീണ പോലെ എനിക്ക് എന്നാൽ പെട്ടെന്നൊരു വേദന മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. എന്നാണ് സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ കൂടെ 2 പേര് കിടന്നുറങ്ങുന്നുണ്ട്. ഞാനപ്പാട് വല്ലാണ്ട് കരയുന്ന കണ്ടിട്ട് അവർ എണീറ്റ് വന്ന് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ അടുത്തുള്ള ടെൻറ്റുള്ളവരെല്ലാം വന്ന് നോക്കുമ്പോൾ വെച്ചാൽ ഒരാൾ ചെരുപ്പിട്ടിട്ടാണ് വന്നിരുന്നത്. അയാളെ കാലിന് നല്ല ചൂട്. നോക്കുമ്പോൾ ഇതിൻ്റെ കഷ്ണം അയാളെ കാലിന് തട്ടിയിട്ട് ചൂടാകുന്ന. അപ്പോൾ ആ മേലെ നോക്കുമ്പോൾ ഇങ്ങനെ കീറിയിരിക്കുക ടെൻറ്റിൻ്റെ ഇത്. അപ്പോൾ അതിൻ്റെ ഷെല്ലിങ് വന്ന് അടിച്ചതാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 2 ദിവസം ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ പിന്നെ തിരിച്ചു വന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ അടുത്ത യുദ്ധം 3 മാസം കഴിഞ്ഞിട്ടാണ് ഇരുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മളെ ഒരു ദിവസം രാവിലെ ഞാൻ കമാൻഡർ സാഹിബിനെയും കൊണ്ട് വന്ന് മെസ്സിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോഴൊക്കെ നമ്മളെ മെസ്സിൽ കാണാം ഒരു തീ ഗോള കാണണം. ഇതിന് ശേഷം അത് നമ്മൾ അല്ല ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തീ ഗോള കാണണം. അപ്പോൾ വെച്ചാൽ നമ്മളെല്ലാം ഓടിച്ച് നോക്കുമ്പോൾ അവിടെയുള്ള ഒരു 6-7 പേരുണ്ടായിരുന്നു. 7 പേരുടെയും ഇത് ഇത് ശരീരം കാണാനില്ല, പൊട്ടിത്തെറിച്ചിട്ട്. കാരണം വെച്ചാൽ രാവിലെ പൂരിയും അതെല്ലാം ഉണ്ടാക്കിയ വലിയൊരു ചീനിച്ചട്ടിയിൽ എണ്ണയുണ്ടായിരുന്നു. ആ എണ്ണയ്ക്കെല്ലാം തീപിടിച്ച് പിന്നെ അത് സൈഡിൽ മൊത്തം ടിന്നിൽ എണ്ണയാണ്. അതങ്ങ് പാളിയപ്പോൾ വെച്ചാൽ ബോഡി ആരും എന്നാന്ന് കാണാൻ പറ്റിയില്ല. കാലം പിന്നെ അവിടെയുള്ള പിന്നെ മിലിറ്ററി ഹോസ്പിറ്റലിലുള്ള അവർ വന്ന് വേണ്ടുന്ന ഇതെല്ലാം ചെയ്തിട്ട് മാറ്റുമായത്. അതിൽ ആരെ ബോഡി ഏടിയാന്നുള്ളതൊന്നും അന്നേരം പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു പിന്നെ അത് കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം 2 കൊല്ലം കൂടി ഞാൻ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അറിയുന്ന കുറേ ആളുകൾ നിങ്ങൾക്ക് പരിചയമുള്ള കുറേ മുഖങ്ങൾ തന്നെ ഇല്ലാതായി. കുറേ നമ്മൾ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ദിവസേന ഭക്ഷണം കഴിക്കുന്നതല്ലേ. അല്ല, അത് മാത്രമല്ല പൊതുവിൽ ഈ 527 സൈനികരെ നഷ്ടപ്പെട്ടു. അതിൽ കുറേ പേര് നിങ്ങൾക്ക് പരിചയമുള്ളവർ തന്നെ ആയിരിക്കൂലേ? പക്ഷേ നമുക്ക് അങ്ങനെ കൂടുതൽ പരിചയമില്ല. നമ്മളെ കൂടെയുള്ള കൂട്ടരാണല്ലോ നമ്മൾ കൂടുതൽ പരിചയം ഉണ്ടാവുക. അവർ ഓരോ യൂണിറ്റിൻ്റെ ഓരോ ബറ്റാലിയൻ അവരുമായിട്ട് നമുക്ക് അങ്ങനെ പരിചയം ഉണ്ടാവണമെന്നില്ല. എന്നിട്ട് യുദ്ധം കഴിഞ്ഞിട്ട് 3 വർഷം 2 മാസം
അവിടെ ഉണ്ടായിരുന്നു. അതേ സ്ഥലത്ത് തന്നെ അതേ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അന്നേരമുള്ള അനുഭവം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യമല്ല നമുക്കൊരു പേടിയാണ്. ഇതിങ്ങനെ ബോംബ് വരുന്നുണ്ട് അത് വരുന്നത്. പക്ഷെ അതിനുശേഷം പിന്നെ അതിനോട് അങ്ങ് പൊരുത്തപ്പെട്ട് പോക്കാണ്. പിന്നെ അങ്ങനെ മേലെ നിന്നുണ്ടാവും ഷെല്ലിങ് വന്ന് അടിക്കുന്നത്, നമ്മളത് മൈൻഡ് ചെയ്യില്ല. ഇപ്പം വന്ന് പൊട്ടി തെറിക്കും. സാധാരണ പോലെ നമുക്ക് സാധാരണ ജീവിതം അതൊരു ഇതുപോലെ അങ്ങോട്ട് തുടർന്ന് പോക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് വന്ന് പിന്നെ രണ്ടാമത് ഞാൻ തിരിച്ച് രാജസ്ഥാനിലേക്കാണ് ട്രാൻസ്ഫർ ആയി വരുന്നത്. രാജസ്ഥാനിൽ ട്രാൻസ്ഫർ ആയി വരുമ്പോൾ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ നമ്മളെ പിന്നെ പരമാണു പരീക്ഷണം നടന്നിരുന്ന ആ സമയത്ത് ആ പരമാണു പരീക്ഷണം നടക്കുന്ന ആ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ അനുഭവം ഉണ്ടായി. ഒരു ദിവസം നമ്മളോട് പറഞ്ഞിങ്ങനെ നമുക്ക് വിദേശത്ത് പോകണം, ഐഡൻറ്റി കാർഡ് ഉണ്ടാക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് ഇത് നമ്മളെ ഫോട്ടോ എല്ലാം വാങ്ങിച്ച് ഐഡൻറ്റി കാർഡ് ഉണ്ടാക്കുവാണ്. വിദേശത്താണ് പോകുന്നത്. അപ്പോൾ ആർമി വിദേശത്ത് പോകുന്നുണ്ടല്ലോ. ഒരു സുപ്രഭാതത്തിൽ നമ്മളെ സാധനം എല്ലാം ലോഡായി. അപ്പോൾ ഞാൻ അന്നേരം വണ്ടി ഡ്രൈവറായിട്ടാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പോൾ രാത്രി ഒരു 8 മണിക്ക് അവിടെ നിന്ന് പോകുന്നു, പോക്രൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ നമുക്ക് അറിയാം, ഇത് റോഡ് അറിയാലോ. അപ്പോൾ അവിടെ പോയി ഒരു 6 മാസം അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ഈ പരമാണു പരീക്ഷണം നടക്കുന്ന സ്ഥലത്ത്. ആ പരമാണു പരീക്ഷണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വരുന്നത്. അന്നേരം വെച്ചാൽ നമ്മളെ മിസൈൽ മാൻ പിന്നെ APJ അബ്ദുൽ കലാം സാറായിരുന്നു ഇതിൻ്റെ മെയിൻ ആള്. അയാൾ സയൻറ്റിസ്റ്റ് ആണല്ലോ. അപ്പോൾ അവിടുന്ന് അയാളുമായിട്ട് കൂടിക്കാഴ്ച നടത്താനും അതുപോലെ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ അയാളുടെ നിന്ന് ഒരു ഗിഫ്റ്റ് അയാളെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റി. അതിനുശേഷമാണ് നമ്മളെ APJ അബ്ദുൽ കലാം സാറ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് വരുന്നത്. അതൊരു വലിയൊരു ഇതായിരുന്നു. ഫോട്ടോ ഇപ്പോൾ കയ്യിലുണ്ടാ? ഫോട്ടോ ഉണ്ടായിരുന്നു, ഉണ്ട്, ഫോട്ടോ ഉണ്ട്. പിന്നെ വേറെ ഒരു അനുഭവം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ആർമിയിലുള്ള സമയത്ത് റിപ്പബ്ലിക് ഡേ പരേഡ് ഉണ്ടല്ലോ, ജനുവരി 26-ന്. അതിന് 2 പ്രാവശ്യം ഈ പരേഡിൽ പങ്കെടുക്കാൻ പറ്റി. കാരണം എന്ന് വെച്ചാൽ ആ പരേഡിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള കുട്ടിയാണ് സെലക്ഷൻ ആക്കുക. അങ്ങനെ 2 പ്രാവശ്യം അതിനും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് ആർമി ജീവിതത്തിലുള്ള ഒരു പ്രധാന 3 കാര്യങ്ങളാണ്. ഒന്ന് കാർഗിൽ യുദ്ധം, രണ്ടാമത് വെച്ചാൽ ഈ APJ അബ്ദുൽ കലാം സാറുമായിട്ടുള്ള ഒരു ഇത് അവസരം. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ RD പരേഡിൽ 2 പ്രാവശ്യം ഡൽഹി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അതാണ് കാർഗിൽ വിജയ ദിവസമാണ് ഇന്ന്. അപ്പോൾ 27 വാർഷിക ആഘോഷം വിപുലമായ രീതിയിൽ എല്ലാ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ആള് എന്ന രീതിയിലാണ് രാജേഷേട്ടനെ നമ്മൾ ഇന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്തിയത്. രാജേഷേട്ടൻ മാത്രമേ നമ്മുടെ നാട്ടിൽ തന്നെ മറ്റൊരാൾ കൂടിയുണ്ട്, മോഹനൻ കാനാട് അല്ലേ? മോഹനൻ കാനാടും ഇതേപോലെ ഈ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്. ഇനി മറ്റാരെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. നമുക്കറിയുന്ന നമ്മുടെ നാട്ടിലുള്ള 2 ആളുകളുടെ പേരാണ് പറഞ്ഞത്. ചിലപ്പോൾ നമ്മൾ ഉണ്ടാവാം, ചിലപ്പം സ്വാഭാവികം ഇത്തരം നമ്മുടെ രാജ്യത്തിന് വേണ്ടി അതിർത്തി യുദ്ധം ചെയ്ത ആളുകളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഇതാണ് നമ്മൾ ചെയ്യുന്നത്. രാജേഷേട്ടാ, നമുക്ക് ആളുകളോട് എന്താണ് പറയാനുള്ളത്? 2007 18 വർഷത്തെ സർവീസിന് ശേഷം ഞാൻ റിട്ടയർഡായി വരുന്നത്. റിട്ടയറായി വന്ന് കുറച്ചു കാലം നാട്ടിലിങ്ങനെ നിന്നു. അതിനുശേഷം 2015 ഹോങ്കാടായിട്ട് കയറി. ആദ്യം കണ്ണൂരായിരുന്നു, അതിനുശേഷം മട്ടന്നൂർ. 11 വർഷമായി. മട്ടന്നൂർ ഇരിട്ടി. ഇപ്പം ആദ്യം മട്ടന്നൂർ തന്നെയല്ലേ. അതിൽ വെച്ചാൽ പിന്നെ 2016 ഹരിശങ്കർ IPSന്റെ ഒരു കേശ അവാർഡ് ഉണ്ടായിരുന്നു. കേശ അവാർഡ് മികച്ച അത് പിന്നെയായിരുന്നു. അതിന് മുന്നേ ഹരിശങ്കർ IPS മട്ടന്നൂർ സ്റ്റേഷനിൽ അന്നേരം വണ്ടി എടുക്കലായിരുന്നു. അതിൽ വെച്ചാൽ പിന്നെ ഞാൻ നല്ല രീതിയിൽ പ്രവർത്തനം അവരുടെ കൂടെ പോലീസുകാരുടെ കൂടെ കാഴ്ചവെച്ചിട്ട് എനിക്ക് നമ്മളെ കൂടെയുള്ള പോലീസുകാർക്കും എനിക്കും ഹരിശങ്കർ IPSന്റെ കേശ അവാർഡ് കിട്ടി. അതിനുശേഷം 2017 കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ല ഹോംഗാർഡിൻ്റെ അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിലവിൽ ഹോംഗാർഡായി സർവീസ് ചെയ്യുകയാണ് രാജേഷേട്ടൻ മട്ടന്നൂരിൽ. അപ്പോൾ ഇത് പറയുമ്പോൾ നിയമ കാര്യത്തിൽ കർക്കശ നിലപാടാണ്, അതിൽ വേറെ വിട്ടുവീഴ്ചയൊന്നുമില്ല. ഈ പറയുന്ന നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന എൻ്റെ വാഹനം വരെ ഹെൽമെറ്റ് ഇല്ലാതിരുന്നപ്പോൾ ഫൈനാക്കിയിട്ടുണ്ട്. അതിനൊന്നും വിട്ടുവീഴ്ചയൊന്നുമില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം മനോഹരമായി ചെയ്യാന്നുള്ള ദൗത്യം തന്നെയാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അതിന് കൂടെ തന്നെ ഒരു സൈനികൻ എന്നതിനപ്പുറത്തേക്ക്
കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു പോരാളി എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇന്ന് രാധാകൃഷ്ണനെ നിങ്ങളോടൊപ്പം നിങ്ങളെ പരിചയപ്പെടുന്നതിന് വേണ്ടുന്നത്. കുറേ പേർക്ക് പരിചയം ഉണ്ടാവും, പരിചയമില്ലാത്ത ആളുകൾക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ പറയാറുണ്ട് അല്ലേ, ബെന്യാമിൻ്റെ കഥയിൽ പറഞ്ഞ പോലെ നമ്മൾക്ക് അനുഭവപ്പെടാത്ത കഥകളെല്ലാം കെട്ടുകഥകളായി നമുക്ക് തോന്നാം എന്നാണ് പറയാറ്. പക്ഷേ ഇത് രാധാകൃഷ്ണൻ്റെ അനുഭവമാണ്. ആ പറയുമ്പോൾ ഞാൻ അടുത്തിരിക്കുമ്പോൾ ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലിനടി മുതൽ തലവരെ ശരീരം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അനുഭവിച്ച ആ ത്യാഗത്തിൻ്റെ സൈനിക സേവനത്തിൻ്റെ ജോലിയെക്കുറിച്ചാണ് അദ്ദേഹം നമ്മളുമായി പങ്കുവച്ചത്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള ആളുകളോടൊപ്പം നമ്മളിങ്ങനെ വരും. നിങ്ങൾ കൂടെ ചേരണമെന്ന് ഓർപ്പിക്കുകയാണ്. കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടെ തുടരണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് ഒരുപാട് സ്നേഹവും നന്ദിയും രാശേട്ട അറിയിക്കുന്നു. അപ്പോൾ മുഴുവൻ ആളുകൾക്കും സ്നേഹം, നന്ദി. വീണ്ടും മറ്റൊരിടത്ത് കാണാം. നമ്മുടെ ക്യാമറ ചെയ്യുന്നത് അമൃതയാണ്. വീണ്ടും കാണാം. PKK എന്റർപ്രൈസസ് ഇനി മുതൽ മട്ടന്നൂർ വായാന്തോടിലും പെയിന്റ്, ഹാർഡ്വെയർ, പ്ലൈവുഡ്, ഗ്ലാസ്, കിച്ചൺ ആക്സസറീസ് എന്നിവയുടെ കണ്ണൂരിലെ ഏറ്റവും വിശാലമായ ഷോറൂം PKK എന്റർപ്രൈസസ് പെയിന്റ്സ്, പ്ലൈവുഡ്, ഗ്ലാസ്, ഹാർഡ്വെയർസ്, വായാന്തോട്, മട്ടന്നൂർ.